പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന കൃതിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം. ചിത്സ്വരൂപികളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം ബ്രഹ്മവിദ്യ എന്ന മഹാവിദ്യ. ഏത് ജ്ഞാനമാണോ ഒരു കാര്യത്തിൽ ഈ ദേഹത്തിൽ എല്ലാമായി ഇതിനപ്പുറമൊന്നുമില്ല എന്ന ധാരണയോടെ ഒട്ടിനിൽക്കുന്നത്, യുക്തിരഹിതവും അയഥാർത്ഥവും സങ്കുചിതമായ അത് താമസജ്ഞാനമാണ്. യത്തുഗ്ധസ്നവദേകസ്മിൻ കാര്യേ സക്തമഹൈതുകം അതത്വാർത്ഥവദൽപം ച തത്താമസമുദാഹൃതം. പ്രിയരെ, ജഗത്തിനും സകല ഭൗതിക വിദ്യകൾക്കും ആധാരമായിരിക്കുന്നത് ബ്രഹ്മസത്യം ഒന്നു മാത്രമാണെന്ന് ഉപനിഷത്തുകൾ പറയുന്നു. ബ്രഹ്മവിദ്യ പ്രതിഷ്ഠം എന്ന് മുണ്ടകോപനിഷത്ത് പറയുന്നു. എല്ലാ വിദ്യക്കും അടിസ്ഥാനമായിരിക്കുന്ന വിദ്യ ബ്രഹ്മവിദ്യയാണെന്ന് സാരം. നാനാതരത്തിൽ നാം അറിയുന്ന അറിവുകളെല്ലാം അറിവിന്റെ നുറുങ്ങു വെളിച്ചം മാത്രം. അതുകൊണ്ടാണ് എല്ലാ അറിവുകളും അറിഞ്ഞുകഴിഞ്ഞാലും ബ്രഹ്മവിദ്യ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് മഹാനഷ്ടമാണെന്ന് ഉപനിഷത്തുകൾ പറയുന്നു. യാതൊന്നറിഞ്ഞാൽ എല്ലാം അറിയുന്നതായി തീരുമോ? ആ അറിവിനെ നീ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് ചോദിക്കുന്നതും ഇതുകൊണ്ട് തന്നെ. ഈ അറിവിനെ അറിയാൻ ആദ്യം നാം നമ്മെ തന്നെ അറിയണം. തന്നെ അറിയുന്ന വിദ്യ ആയതിലാണ് അതിനെ ആത്മവിദ്യ എന്ന് പറയുന്നത്. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാടത്ത്.